അങ്ങനെ കേട്ടോ. ചിലരൊക്കെ തിരിച്ചിട്ടുണ്ട്. മുസമരത്തിപ്പോ റബ്ബി വേണ്ട, റബ്ബി. എന്താ റബിയ എന്ന് പറഞ്ഞാല്? മുജീബ്, തൃപ്തിപ്പെട്ടവനല്ലേ? ഖഫിയ എന്ന് പറഞ്ഞാലോ? രഹസ്യമായത് തന്നെയാണ്. പതുക്കെ. എന്താണ് ഇഷ്തഅല എന്ന് പറഞ്ഞാൽ? ഇഷ്തഅല കത്തിത്തിളങ്ങ അല്ലേ? എന്തേ ഒരാൾ തുടങ്ങിയാൽ മതി. നമ്മള് ഒന്നായിട്ടുള്ളൊരു ക്ലാസ് ആകുമ്പോൾ എവിടുന്നെങ്കിലും ഒരാൾ ബിസ്മിയോട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി. പക്ഷെ ഖുർആൻ ആരംഭിക്കുമ്പോൾ ബിസ്മി ഓതണം. നമ്മൾ തുടങ്ങിയല്ലോ അർത്ഥത്തിലാണ്. എനിക്ക് സൂറത്ത് ആരംഭിക്കുമ്പോൾ ബിസ്മി ഓതണം. ഓക്കെ, നമ്മളൊരു ക്ലാസ് ആരംഭിച്ച് അങ്ങനെ ചാലുവായി പോകുന്നതിനെ കൊണ്ടാണ്. ഓതിയാൽ തെറ്റില്ല. ഓതിയിട്ടില്ലെങ്കിലും ഇങ്ങനെ ഒരു സംരംഭം ആകുമ്പോൾ പ്രശ്നമില്ല. ചോദിച്ചില്ല? ഷെയ്ബ എന്ന് പറഞ്ഞാൽ എന്താ? ഷെയ്ബ എന്ന് പറഞ്ഞാല് നോക്കരുത്. നാര അല്ലെ? ഷഖിയ എന്ന് പറഞ്ഞാലോ? സാദിഖ് ടിപി ഷഖിയ. ഷഖിയ ദൗർഭാഗ്യമാണ്. ഇതാ സ്പീഡിൽ വരുന്നുണ്ട് ഉത്തരം. ഇല്ല, അത് ഇപ്പൊ കേൾക്കുന്നില്ല. ഇപ്പൊ ഉണ്ടോ? കൊടുത്തോ? ശരി. വലിയ എന്ന് പറഞ്ഞാൽ എന്താ? വലിയ. ഇയാൾ ഷബീബ് പറയും ബന്ധു അല്ലെ? ബന്ധുക്കൾ എന്ന് പറയണ്ട. ശരി. മൊത്തത്തിലുള്ള അർത്ഥം എല്ലാവരും മനസ്സിലാക്കി അല്ലെ? ബിസ്മില്ലാ, അൽഹംദുലില്ലാ. നമ്മളെന്ത് ചെയ്യാ? അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു കഴിവിന്റെ പരമാവധി ആളുകൾ എന്ത് ചെയ്യണം? ഹിഫ്ലാക്കണം എന്ന്. അപ്പൊ ഹിഫ്ലാക്കിയ ആളുകളാകെ 1-2 ഉള്ളൂ അല്ലെ? പ്രശ്നമാണ്. ഇൻഷാ അല്ലാഹ് അണിയുള്ള സന്ദർഭത്തിൽ എന്ത് ചെയ്യാ? ഒന്നുകൂടി ഓതിയിട്ടില്ലേ? ഇങ്ങോട്ട് ഇപ്പൊ വന്ന് ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا وأني خفت الموالي من ورائي وكانت امرأتي آخرا وهب لي من لدنك وليا يرثني എന്നല്ല, يرث يرثني ويرث من آل يعقوب കുറെ ആളുകൾ തെറ്റിക്കുന്ന ഒരക്ഷരമാണ് സ അല്ലെ? സ പറയുന്നത്. സ എന്നുള്ളതിന് സ എന്നാ ശബ്ദം വരുന്നത്. ദാൽ, സ, അതുപോലെ തന്നെ
ഇതൊക്കെ പരസ്പരം തെറ്റിപ്പോവാറുണ്ട്. ചേർത്തോതുകയും ചെയ്യാം. ചേർത്തോതാണ് ഓതിരുന്നോ? സലാഹുദ്ദീൻ അല്ലാ വഹനൽ അൽമു കഴിഞ്ഞ ഷിഹാബ്. അതിലിപ്പോ കഴിഞ്ഞ ആഴ്ച വരാത്ത ആളുകൾ മാത്രമാണ് ലാസ്റ്റ് ചെയ്തുള്ളൂ. കഴിഞ്ഞ ആഴ്ച വന്ന ആളുകൾ നേരത്തെ ഉള്ള തന്നെ എന്താ ചെയ്ത് പോയാൽ മതി. മഗ്ദൂബി ബാദ് വാ എന്ന് വ്യത്യസ്തമുണ്ട്. വാ പറയുമ്പോൾ നമ്മുടെ നാവിന്റെ ഉച്ചം മുൻപല്ലിന് തട്ടും. വാ മറ്റേത് ബാദ് ഈ അണപ്പല്ലിന്റെ മേലെ ഭാഗത്ത് നമ്മുടെ നാവിന്റെ സൈഡെത്തും. ബാദ് വറാഈന്നാണത്. വറാഈന്നല്ല. നീട്ടണം. വറാഈ ഞാൻ അങ്ങനെ എഴുതും. കുത്തില്ലാതെ എഴുതും. അത് നമ്മൾ മനസ്സിലാക്കണം. ഖുർആനിലെ അങ്ങനെ എന്താണ് പല സ്ഥലത്തും ഇപ്പൊ നമുക്ക് വേണ്ടിയിട്ടാണ് ഈ കുത്തും പുള്ളിയൊക്കെ വന്നത്. ഇതിന്റെ ആദ്യത്തെ കോപ്പിയൊക്കെ എടുത്ത് വയ്ക്കാനല്ല ഒന്നും കാണാനില്ല. ഒരു വസ്തുവില്ല. ശരിക്കും നമ്മളെ കണ്ടം വിടും. അറബി അക്ഷരങ്ങളൊക്കെ അറിയുന്ന നമ്മൾ തന്നെ കണ്ടാല് ഒന്നും തിരിയില്ല. പിന്നെ നമ്മളെപ്പോലത്തെ ആളുകൾ അത് ഓതി തെറ്റിക്കുന്നുള്ളത് വേറെയുള്ള ആൾക്കാർ മനസ്സിലാക്കിയപ്പോൾ തെറ്റിക്കാതിരിക്കാനായി ഈ സാധനം ഇട്ട് തന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? തെറ്റിക്കുന്നു. അതെ, നമ്മൾ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഹർക്കത്തുകളും ഉള്ളിയും എല്ലാം ഇട്ട് വെച്ചു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? തെറ്റില്ലാതെ ഓതാൻ കഴിയുന്നില്ല. ശരി, പോട്ടെ. അടുത്ത പറഞ്ഞു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا زكريا إنا نبشرك بغلام اسمه يحيى لم نجعل له من قبل سميا
قال رب أنى يكون لي غلام وكانت امرأتي عاقرا وقد بلغت من الكبر عتيا قال كذلك قال ربك هو علي هين وقد خلقتك من قبل ولم تك شيئا قال رب اجعل لي آية قال آيتك ألا تكلم الناس 3 ليال سبيا فخرج على قومه من المحراب فأوحى إليهم أن سبحوا بكرة وعشيا. أعوذ بالله من الشيطان الرجيم. يا زكريا إنا نبشرك بغلام اسمه يحيى അവിടെ ബിഗുലാമിൻ ഇസ്മുഹു എന്നാണ് എഴുതിയിരിക്കുന്നത്. എങ്ങനെ ഓതണ്ടേ? ബിഗുലാമിൻ ഇസ്മുഹു ബിഗുലാമിന്നിസ്. അവിടെ നൂന് കൊണ്ടുവന്ന് അതിന് കസ്റ് കൊടുത്തിട്ട് ചെയ്യണം, ഓതണം. ബിഗുലാമിനിസ്മുഹു യഹ്യ, അല്ലേ? ബിഗുലാമിനിസ്മുഹു യഹ്യ ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ. മിൻ ഖബ്ലു എന്ന് പറയാ. മിൻ ഖബ്ലു അവിടെ മണിക്കണം. മിൻ ഖബ്ലു അതിന്റെ നിയമമൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞ അല്ലേ? ഇഖ്ഫ ബിഗുന്ന. അപ്പൊ മിൻ ഖബ്ലു സമീയ. ഒരിക്കൽ കൂടി അത് വെക്കോളൂ. യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ. بغلام اسمه يحيى لم نجعل له من قبل سميا. قال رب أنى يكون لي غلام وكانت امرأتي عاقرا ഗുലാമും അട ഗുലാമും അട മണിക്കണം അല്ലേ? ഇദ്ഗാമാണ്. അന്നാ യകൂനു ലീ ഗുലാമും വകാനത് ഇംറഅതി ആഖിറ. وكانت امرأتي عاقرا وقد بلغت من الكبر عتيا. قال كذلك قال ربك هو علي هين وقد خلقتك من قبل ولم تك شيئا. قال رب اجعل لي آية قال آيتك ألا تكلم الناس 3 ليال سويا.
فخرج على قومه من المحراب فأوحى إليهم أن سبحوا بكرة وعشيا. മണിക്കേണ്ട സ്ഥലങ്ങളൊക്കെ പലരും എന്താണ് ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ തജ്വീദൊക്കെ കാര്യങ്ങളൊക്കെ മുമ്പ് കുറെ പറഞ്ഞതാ അല്ലെ. ഇവിടെ ഇപ്പോ യാ സക്കരിയ ഇന്നുള്ളത് നമ്മൾ മണിക്കും, നൂനിന് ശബ്ദം നൽകിയാൽ മണിക്കും അല്ലെ. പിന്നെ മിൻഖബുലു എന്നുള്ളത് എന്ത് ചെയ്യണം? മണിക്കണം. ഗുലാമും വകാനത്ത് അവിടെ എന്താണ്? അവിടെ എന്താ നിയമം? ഇദ്ഗാമാണ് അല്ലെ. അവിടെയും നൂനിന് എന്ത് ചെയ്യണം? തൊട്ടപ്പുറത്തെ അക്ഷരത്തിലേക്ക് ചേർത്തുകൊണ്ട് മണിച്ചോദനം. അന്നക്ക് വേണം, നമ്മൾ പറഞ്ഞല്ലോ നൂനിന് ശബ്ദം ഉണ്ടായി കഴിഞ്ഞാൽ മണിക്കണം, അവിടെയും വേണം. പിന്നെ ആഖിറം വഖദ് അവിടെ എന്താണ്? മണിക്കാനുണ്ട്. മിൻഖബൽ പറഞ്ഞു അലം തഖ്ഷി തുകല്ലിമന്നാസ നേരത്തെ പറഞ്ഞ നിയമമാണത്. സലാസ എന്ന് പറയുമ്പോ സലാസ എന്നൊക്കെ ആയി പോകുന്നുണ്ട് അല്ലെ. സലാസ അക്ഷരം ശ്രദ്ധിക്കണം. ലയാലിൻ സവിയ തജ്വീദ് ഖുർആൻ ഉണ്ടെങ്കിൽ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും അല്ലെ. മിഹ്റാബി ഫഔഹാ ഇലൈഹിം അൻ സബ്ബിഹു അവിടെ ഉണ്ട് അല്ലെ. അവിടെ ഇഖ്ഫാ ബിഗുന്ന. തൊട്ടപ്പുറത്ത് ബുക്റതൻ വഅശിയ ഇദ്ഗാം നാഖിസ് എന്നൊക്കെ പറയും. നിയമം അറിയണ്ട. നിയമം പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. കുറെ ആളുകൾ നിയമമൊക്കെ പഠിച്ചു വെക്കുന്നുണ്ട്, ഓത്ത് നടക്കുന്നില്ല. നമ്മളിപ്പോ തൽക്കാലം ഓത്ത് നന്നാക്കുക, മണിക്കാനുള്ളടത്ത് മണിച്ച് അക്ഷരങ്ങളൊക്കെ ശരിയായി ഉച്ചരിച്ച് ഓതുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമയായ പ്രവാചകൻ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പുകഴ്ത്തിയ കാര്യമാണ്. അള്ളാഹുവിനെ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരെ രഹസ്യമായി പ്രാർത്ഥിച്ചു എന്നത് ഒരു നല്ല കാര്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞു. അത് പ്രാർത്ഥിക്കുന്ന ആളുകൾക്കുണ്ടാകേണ്ട ഗുണമായി ഖുർആൻ പല സ്ഥലത്തും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ദുഉ റബ്ബക്കും തബറുഅൻ വഖുഫിയ, വിനയത്തോടുകൂടി, അതുപോലെ തന്നെ വളരെ പതുക്കെ. അലറി പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ കാണുക അല്ലേ. അള്ളാഹുവിനോട് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു ചെവിട് പൊട്ടാനല്ല എന്ന് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ പ്രാർത്ഥന മനസ്സിന്ന് ആണ് പുറത്തു വരേണ്ടത് എന്ന് കൃത്യമായി. മനസ്സറിയാതെയുള്ള പ്രാർത്ഥനക്ക് സ്വീകാര്യതയില്ല എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഖൽബില്ലാഹ്, അശുദ്ധമായ മനസ്സിൽ നിന്നുള്ള പ്രാർത്ഥന അയാൾ കൈയൊക്കെ ഉയർത്തി വെച്ചിട്ട് പ്രാർത്ഥിച്ചത് കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പരിഗണിക്കുകയില്ല. കുറച്ച് മനസ്സിന്ന് അങ്ങോട്ട് പോകണം അല്ലെ, വിനയത്തോടു കൂടി. അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ആ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തി. പിന്നീട് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ഒരു അടിമ എന്ന നിലക്ക് തന്റെ ദുർബലത, എല്ലാത്തിനും കഴിവുള്ള രക്ഷിതാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ നിലക്കുള്ള ഒരു വിനയത്തോടു കൂടി നിൽക്കുക എന്നുള്ള കാര്യവും കൂടെ നമ്മൾ വന്നു. അങ്ങനെ എന്ത് കാര്യത്തിനാണ് ഒരു സന്താനത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്, ആ സന്താനം കേവലം ഒരു മകൻ എന്നതിനപ്പുറത്ത് മറ്റൊരു താല്പര്യം കൂടി ഉണ്ടായിരുന്നു പറഞ്ഞു. എന്തായിരുന്നു അത്? തന്റെ അനന്തരാവകാശം എന്ന് പറഞ്ഞാൽ തന്റെ കുടുംബത്തിൽ ദീനീ കാര്യങ്ങൾ നേരെ ചൊവ്വയെ നിലനിർത്തി കൊണ്ടുപോകാൻ യോഗ്യനായ ആരെയും കാണുന്നില്ല എന്നതാണ് ഇത്തരമൊരു പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ പ്രേരിപ്പിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. കുടുംബത്തിൽ മതകാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ആളുകൾ ഉണ്ടാകണം. 4 കുട്ടികളുണ്ടെങ്കിൽ ഒരു കുട്ടിയെങ്കിലും ദീൻ പഠിച്ചനായിരിക്കണം എന്ന് പറഞ്ഞില്ലേ. എന്തുകൊണ്ടാ? കുടുംബത്തിൽ ദീൻ തെറ്റിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. പെട്ടെന്ന് എന്താണ് തെറ്റുകൾ വരുമ്പോൾ തിരുത്താൻ അറിയുന്ന കാര്യബോധമുള്ള ആളുകൾ
കുടുംബത്തിൽ ഉണ്ടാകണം. അത് പ്രവാചകനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ സംബന്ധിച്ചിടത്തോളം തന്റെ കുടുംബത്തിൽ അതിനുള്ള ആളെ കാണുന്നില്ല എന്നുള്ള പ്രയാസം ഉണ്ടായിരുന്നു. അത് നമ്മൾ പറഞ്ഞു. അങ്ങനെ അനന്തരത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് എന്താണ്, സത്യത്തിൽ സ്വത്തല്ല അറിവാണ് എന്ന് ഓർമ്മപ്പെടുത്തി. അങ്ങനെ പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം നൽകപ്പെടുന്ന കാര്യമാണ് അടുത്ത ഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോ ഈ പ്രാർത്ഥന എവിടെ വെച്ചാണ് നടന്നത്? പല അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, ആരും അറിയാതെ രഹസ്യമായി പ്രാർത്ഥിച്ചു എന്നുണ്ട്. മറ്റൊരു അഭിപ്രായം നമസ്കാരത്തിലാണ് പ്രാർത്ഥിച്ചത്. നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുക, ആ നമസ്കാരത്തിൽ തന്നെ ആണ് മലക്കുകൾ വന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്നതെന്ന് സൂറത്ത് ആൽ ഇംറാനിലുണ്ട്. അതുകൊണ്ട് അങ്ങനെ വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. അങ്ങനെ ഈ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുകയാണ്. യാ സക്കരിയ, ഓ സക്കരിയ വിളിക്കുകയാണ്. ഏ സക്കരിയ എന്നൊക്കെ നമ്മൾ പറയും. യാ സക്കരിയ, യാ മുഹമ്മദ് എന്ന് വിളിക്കുന്ന പോലെ യാ സക്കരിയ, സക്കരിയാനെ വിളിക്കുകയാണ്. സക്കരിയ. അപ്പൊ അതിന്റെ മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകിക്കൊണ്ട് പറയാണ്, ഈ ചോദിച്ച ഇന്ന, തീർച്ചയായും നാം, അല്ലെ, തീർച്ചയായും നാം, നുബശ്ശിറു ക, നിന്നോട് അല്ലെങ്കിൽ നിനക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു, അല്ലെ, നാം അറിയിക്കുന്നു, തീർച്ചയായും നാം എന്ന് പറഞ്ഞു. ബശ്ശറ യുബശ്ശിറു, അതിന്റെ മാളി അതാണ്. ബശ്ശറ യുബശ്ശിറു, സന്തോഷ വാർത്ത അറിയിക്കുക, അല്ലെ. ബശ്ശറ, അതാണ് ഇവിടെ എഴുതാനുള്ള സാധ്യത. ബശ്ശറ യുബശ്ശിറു, യുബശ്ശിറു നുബശ്ശിറു, നാം സന്തോഷ വാർത്ത അറിയിക്കും. ക, നിനക്ക്, അല്ലെ. ബി ഗുലാമിൻ, ഒരു ആൺകുട്ടിയെ, ഒരു ആൺകുട്ടി മുഖേന സന്തോഷ വാർത്ത അറിയിക്കും. ഗുലാം എന്നതിന്റെ ജം എന്താണെന്നറിയാവോ? ആർക്കെങ്കിലും അറിയാവോ? അറിയാവോ? ഗിൽമാൻ എന്നാണ്. ഗിൽമാൻ, ഗിൽമാൻ എന്നാണ്. എന്താണ്? ഗിൽമാൻ. ഇസ്മുഹു യഹ്യ, ആ കുട്ടിയുടെ അവന്റെ പേര് ഇസ്മുഹു, അവന്റെ പേര് യഹ്യ, യഹ്യ എന്നാവും. ഗുലാം എന്നുള്ളത് ആൺകുട്ടിക്ക് മാത്രമേ പറയുള്ളൂ. ഓക്കെ, ഇത് ഗുലാം. ഇപ്പുറത്ത് വെച്ച് ഇത് ഗുലാം ഇസ്മുഹു, അവന്റെ പേര് യഹ്യ, യഹ്യ എന്നാകുന്നു. യഹ്യ, അങ്ങനെ നോട്ടെ, അങ്ങനെ നിൽക്കുള്ളൂ. അങ്ങനെ യഹ്യ എന്നാണ് പേര്, അല്ലെ. ലം നജ്അൽ, നാം ആക്കിയിട്ടില്ല. ജഅല യജ്അലു, നാം കുറെ മുമ്പ് ഒരുപാട് തവണ എഴുതിയ പദാണ്. ജഅല യജ്അലു, നജ്അൽ നാം ആക്കും. ലം നജ്അൽ, നാം ആക്കിയിട്ടില്ല. ലഹു, അദ്ദേഹത്തിന്, അല്ലെങ്കിൽ അവന്, ലഹു അവന്, മിൻ ഖബ്ലു മുമ്പ്, മിൻ ഖബ്ലു മുമ്പ്, മിയ്യാ, ലം നജ്അൽ നാം ആക്കിയിട്ടില്ല, ലഹു അവന്, അഥവാ യഹ്യ നബിയാണ്, അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് എന്ന് പറഞ്ഞത്. മിൻ ഖബ്ലു മുമ്പ്, സമിയ്യ, സമിയ്യ എന്ന് പറഞ്ഞാൽ പേരൊത്തവൻ, പേരൊത്തവൻ എന്ന് പറഞ്ഞാൽ യഹ്യ നബിക്ക് മുമ്പ് ആ പേരിലുള്ള ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയിട്ടില്ല.
പ്രവാചകനാക്കിയിട്ടില്ല എന്നല്ല. അത് ആ സമീയ എന്നതിന് പിന്നെ പല വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. അതിലേറ്റവും ശരിയായ വ്യാഖ്യാനം ഈ പേരത്വം എന്ന് തന്നെയാണ്. അത്രയും മഹത്വമുള്ള ഒരാളെ ആക്കിയിട്ടില്ല എന്നുള്ള രൂപത്തിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഇബ്രാഹിം നബിയൊക്കെ യഹ്യാ നബിയുടെ അത്ര മഹത്വം ഇല്ല എന്നുള്ള, അദ്ദേഹത്തിന് തുല്യനായ ഒരാളെയും ആക്കിയിട്ടില്ല എന്ന് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ യഹ്യാ നബിയേക്കാൾ എത്രയോ ഉന്നതനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ അർത്ഥ വ്യത്യാസങ്ങൾ. അതുകൊണ്ട് സമീയ എന്നതിന് പേരത്വം എന്ന് തന്നെ പറയുന്നത് നല്ലത്. അപ്പോ യഹ്യാ നബിക്ക് മുമ്പ് യഹ്യ എന്ന പേരുള്ള ഒരാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തായിട്ടില്ല, ഉണ്ടാക്കിയിട്ടില്ല. അതാണ് എന്റെ ശരിയായ അർത്ഥം. പിന്നെ ഖുർആനാണല്ലോ. അപ്പൊ ആ ആയത്തിന്റെ അർത്ഥം മനസ്സിലായല്ലേ? സക്കരിയ നബിനെ വിളിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാ, ഈ പറഞ്ഞ കാര്യം അള്ളാഹു പറഞ്ഞു എന്ന രൂപത്തിൽ ഇവിടെ ഉള്ളത്. പക്ഷേ നമ്മള് ആലുംറാൻ വായിച്ചു കഴിഞ്ഞാൽ ഫനാദത്തുൽ മലായികത്തു വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബി അന്നല്ലാഹ യുബശ്ശിറുക യഹ്യ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് മലക്കുകൾ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അള്ളാഹു പറയുന്നു എന്ന് മലക്കുകൾ അദ്ദേഹത്തെ അറിയിക്കുന്നത് തന്നെയാണ്. ആര്? രണ്ടും വൈരുദ്ധ്യമാകാൻ പാടില്ലല്ലോ. ഇവിടെ ഇപ്പൊ അള്ളാഹു പറഞ്ഞത് തന്നെയാണ്. അള്ളാഹു പറഞ്ഞ കാര്യം മലക്കുകൾ എന്ത് സ്പീച്ചാണ് ഉണ്ടല്ലോ, അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ മലക്കുകൾ തന്നെയാണ് ആരെ അറിയിക്കുന്നത്? യഹ്യ നബിയെ അല്ല, ഈ സക്കരിയ നബിയെ അറിയിക്കുന്നത്. അള്ളാഹു പറഞ്ഞ കാര്യമായിട്ട് അറിയിക്കും. വേറെ സ്ഥലത്ത് എങ്ങനെയാ പറഞ്ഞത്? അവർ പറയുന്നുണ്ട്. ആലിമ്രാനിൽ പറഞ്ഞത് അന്നല്ലാഹ യുബശ്ശിറുക, അള്ളാഹു താങ്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്ന. ഇവിടെ അള്ളാഹു പറയുന്നത് തന്നെ പറയണം. അപ്പോൾ രണ്ട് സംസാരത്തിൽ വ്യത്യാസം. ഈ മുമ്പ് ഇതേ പേരിലുള്ള ഒരാളും ലോകത്തുണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഈ പേരിൽ ഒരാൾ ഉണ്ടാകുന്നത്. അതാണ് ആ പ്രത്യേകത. അപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലായി. ഇനി അടുത്ത ആയത്ത് ഖാല, അദ്ദേഹം പറഞ്ഞു. ആരാണ് അദ്ദേഹം? സക്കരിയ നബി. ഖാലന്റെ മുദാരി യഖൂലു അല്ലെ? ഖാല യഖൂലു അല്ലെ? ഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബി, എന്റെ നാഥ, എന്റെ രക്ഷിതാവേ അല്ലെ? എന്റെ രക്ഷിതാവേ, അന്നാ, എങ്ങനെയാണ്, അന്നാ എങ്ങനെയാണ്, യകൂനു, അന്ന എന്ന് പറഞ്ഞാല് എങ്ങനെയാണ് ചോദിക്കുക. അന്നാ എങ്ങനെയാണ്, യകൂനു ഉണ്ടാകുക, കാന യകൂനു ഉണ്ടാകും, ഉണ്ടാകുക എന്നൊക്കെ അത് പറയും. അപ്പൊ എങ്ങനെയാണ് ഉണ്ടാകുക? കാല, അദ്ദേഹം പറഞ്ഞു, അഥവാ സക്കരിയ അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബി, എന്റെ നാഥ, എന്റെ രക്ഷിതാവേ, അന്ന എങ്ങനെയാണ്, യകൂനു ഉണ്ടാകുക, എങ്ങനെയാണ് ഉണ്ടാകുക, ലീ എനിക്ക് എങ്ങനെയാണ് ഉണ്ടാകുക, മൊത്തത്തിൽ ഗുലാം ഒരു ആൺകുട്ടി എങ്ങനെയാണ് എനിക്ക് ഉണ്ടാകുക, എനിക്കൊരു ആൺകുട്ടി എങ്ങനെയാണ് റബ്ബേ ഉണ്ടാകുക എന്ന് ചോദിക്കാം. എന്നിട്ട് അതിനുള്ള ഉണ്ടാകാൻ ചാൻസ് ഇല്ല എന്നൊന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. എങ്ങനെ? കാനത്ത് ആയിരിക്കുന്നു അല്ലെ? കാനത്ത് ആയിരിക്കും. ഇംറഅതി, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞ കാര്യമാണ്. എന്റെ ഭാര്യ ആയിരിക്കുന്നു. ആഖിറ, എന്തായിരിക്കുന്നു? മച്ചിയായിരിക്കുന്നു, പ്രസവിക്കാത്ത. ആ ഒരവസ്ഥയിൽ ഒരു ഹാല് പറയാം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്റെ ഭാര്യ പ്രസവിക്കാത്ത ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ്, മച്ചിയായ എന്റെ ഭാര്യ എങ്ങനെയാണ് ഒരു ആൺകുട്ടിയെ പ്രസവിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് എനിക്കൊരു ആൺകുട്ടി ഉണ്ടാകുക? എന്റെ ഭാര്യ എന്താണ്? മച്ചിയാണ്, പ്രസവിക്കാത്തവളാണ്, വന്ധ്യയാണ് എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് ആവർത്തിക്കാത്ത കാനത്ത് ആയിരുന്നു. അതുപോലെ തന്നെ വകാനത്ത് ആയിരിക്കുന്നു, ഇംറഅതി എന്റെ ഭാര്യ, ആഖിറ, ആഖിറ എന്ന് പറഞ്ഞാല് മച്ചി, വന്ധ്യ എന്ന് മാത്രമല്ല, വഖദ് ബലഗ്തു, തീർച്ചയായും, വഖദ് തീർച്ചയായും എന്നുള്ളർത്ഥം. വഖദ് ബലഗ്തു, ബലഗ പ്രാപിച്ചു, എത്തി എന്നൊക്കെയാണ് അല്ലെ? ബലഗ
ബലഗ എന്നുള്ള നമ്മള് ബലാഗ് എന്നൊക്കെ എടുക്കില്ലേ, എത്തിക്കൽ എന്നുള്ള അർത്ഥത്തിൽ അല്ലെ? അതുകൊണ്ട് തന്നെ ബലഗ എത്തി അല്ലെ, അല്ലെങ്കിൽ പ്രാപിച്ചു എന്നൊക്കെ. ബലഗ യബ്ലുഗു തബ്ലീഗ് ഒക്കെ ഇതിനകത്ത് നിന്ന് വന്നതന്നെ, എത്തിക്കൽ. അത് ബല്ലഗ എന്ന അതിന്റെ സുലാസി മദീദിലേക്ക്. പോട്ടെ. അപ്പോ വഖദ് ബലഗത്തു, ഞാൻ തീർച്ചയായും ഞാൻ എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയാം. ഞാൻ എത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാൻ അർത്ഥം റെഡിയാണ്. മിനൽ കിബരി, വാർദ്ധക്യത്തിൽ നിന്ന്. കിബർ എന്ന് പറഞ്ഞാല് വാർദ്ധക്യം. പാന വിളിക്കാം. മിനൽ കിബരി, കിബർ എന്ന് പറഞ്ഞാൽ എന്താ? വാർദ്ധക്യം. മിനൽ കിബരി എന്ന് പറഞ്ഞാൽ വാർദ്ധക്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ വാർദ്ധക്യത്താൽ. മിൻ എന്ന പദത്തിന് ഒരർത്ഥമുണ്ട്. അപ്പൊ വാർദ്ധക്യത്താൽ ഞാൻ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ? വഖദ് ബലഗ്തു, തീർച്ചയായും ഞാൻ എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ തീർച്ചയായും ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. മിനൽ കിബരി, കിബർ വാർദ്ധക്യം. അത് കിബിർ. കിബിർ എന്നാകുമ്പോ അഹങ്കാരായി, കിബർ എന്നാകുമ്പോ വാർദ്ധക്യായി. ചെറിയ വ്യത്യാസമുള്ളൂ അല്ലെ? അതാണ് അറബിയുടെ പ്രത്യേകത. ഒരു ഹർക്കത്ത് തെറ്റിയാൽ, ഉച്ചാരണം തെറ്റിയാലൊക്കെ വലിയ വലിയ അർത്ഥ വ്യത്യാസം ഉണ്ടാവും അല്ലെ? ഹലക്ക എന്നാണ് നശിപ്പിച്ചു എന്നാണ്, ഹലക്ക എന്ന് പറഞ്ഞാല് സൃഷ്ടിച്ചു എന്നാണ്. അത് ഹലക്ക എന്നായാലോ വടിച്ചു, ബാർബറാവും അല്ലെ? അങ്ങനെ 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 എന്താണ് അർത്ഥങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അത്രയും ശ്രദ്ധയോടുകൂടി ഓരോ ഹർഫിനും അതിൻ്റെതായ ശ്രദ്ധ നൽകണമെന്നതാണ് ഖുർആന്റെ പ്രത്യേകത. അത്ര ഗൗരവത്തോടു കൂടിയാണ് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. കാരണം വലിയ വലിയ അർത്ഥ വ്യത്യാസങ്ങളാണ് ഓരോരോ തെറ്റുകൾ വഴിയും ഉണ്ടാകുന്നത്. അങ്ങനെ ഓതുന്ന ആളുകളെ ഖുർആൻ തന്നെ ശപിക്കുന്നൊക്കെ എന്താണ് ഹദീസിലുണ്ട്. അപ്പൊ അത്ര ഗൗരവത്തോടു കൂടി, അത്രയും ശ്രദ്ധയോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? ഖുർആൻ ഓതണം. ഓതി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഓതിയാ പോരാന്നർത്ഥം. വഖദ് ബലഗ്തു, ഞാൻ എത്തിയിരിക്കുന്നു. മിനൽ കിബരി, വാർദ്ധക്യത്താൽ, അല്ലെങ്കിൽ വാർദ്ധക്യത്തിൽ നിന്ന്. ഇത്തിയ, ഇത്തിയ എന്ന് പറഞ്ഞാല് ചുളിവ്, ചുക്കിച്ചുളിയില്ല നമ്മളെ ശരീരം, ചുളിയ. ഭൂമിയൊക്കെ ആകുമ്പോ പിന്നെ എന്താണ് പറയാ, വരൾച്ച എന്ന് പറയാ. മനുഷ്യനാകുമ്പോ ചുക്കിച്ചുളിവ്. അപ്പൊ ചുക്കിച്ചുളിന്ന അവസ്ഥ എന്ന് പറയുമ്പോ, അപ്പൊ വാർദ്ധക്യത്താൽ ഞാൻ ചുക്കിച്ചുളിഞ്ഞ അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. റെഡിയല്ലേ? അത്തായഉത്തു എന്നതാണ് അതിന്റെ പദം. അതിനെ അർത്ഥങ്ങൾ നോക്കുമ്പോ ഇപ്പൊ നമ്മൾ പറയുന്നതല്ലാത്ത വേറെ അർത്ഥങ്ങളൊക്കെ ഉണ്ട്. അവിടെ അതിര് വിട്ട് പോവാന്നുള്ള അർത്ഥത്തിൽ ആ പദം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും വാർദ്ധക്യത്തിൽ ഞാൻ അങ്ങേയറ്റം അതിര് വിട്ട് കടന്നിരിക്കുന്നു എന്നൊക്കെ അർത്ഥം പറയാം. പക്ഷെ ഇത് ഭാഷാന്തരം ചെയ്ത പല ആളുകളും അതിന് ഈ ചുളിവിനെ സംബന്ധിച്ച്, വാർദ്ധക്യത്തിൽ ഉണ്ടാകുന്ന, ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളില്ലേ, അത്രയും ബലഹീനമായ ഒരു സാഹചര്യത്തെ സംബന്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മിനൽ കിബരി ഇത്തിയ, വാർദ്ധക്യത്താൽ ഞാൻ ചുക്കിച്ചുളിന്ന അവസ്ഥ പ്രാപിച്ചിരിക്കുന്നു അല്ലെ? ശരീരം കണ്ടാൽ തന്നെ അറിയാം ആകെ അവശനായിരുന്നു. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അതാണ് ചോദ്യം. എന്റെ ഭാര്യ എന്താണ്? പ്രസവിക്കാത്തവളാണ്. അതുപോലെ തന്നെ ഞാൻ വയസ്സ് മൂത്തിട്ട് ആകെ എന്താണ്? ബലഹീനനാണ്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് റബ്ബേ എനിക്കൊരു ആൺകുട്ടി ഉണ്ടാകുക എന്നാണ് ചോദിക്കുന്നത്. ഇത് അറിയാവോ? മറിയം. പിന്നെ ആരാന്നറിയാവോ? ഇബ്രാഹിം നബിയുടെ വൈഫ്, ഭാര്യ. ആരാണ്? ഹാജറല്ല, സാറ അല്ലെ? മറിയം ബീവിയുടെ സംഭവം വേറെ വിഷയം. ഇൻഷാ അല്ലാഹ് നമ്മൾ അവിടെ എത്തും. നമ്മൾ അങ്ങോട്ട് സൂറത്ത് മറിയമാണല്ലോ. സാറാ ബീവിയുടെ അടുക്കല് പിന്നെ ഇബ്രാഹിം നബി ലൂത്ത് നബിയുടെ സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി പോകുന്ന മലക്കുകൾ ഇബ്രാഹിം നബിയുടെ അടുക്കലേക്ക് വരികയാണ്. അപ്പൊ എന്ത് ചെയ്തു? അതിഥികൾ ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആടിനെ അറുത്ത് പാചകം ചെയ്ത് മുന്നിൽ കൊണ്ടുവച്ചു. അപ്പൊ കഴിക്കുന്നില്ല അല്ലേ? മോരിക്കുട്ടിയാ? എന്താ
മൂരിക്കുട്ടീനെ എന്ത് ചെയ്തു? മൂരിക്കുട്ടിയാണ്, ശരിയാണ്, പറഞ്ഞ തെറ്റിപ്പോയത്. അപ്പൊ അറുത്തിട്ട് കൊണ്ടുവച്ചു. അങ്ങനെ തിന്നാത്ത കണ്ടപ്പോ ബേജാറായി. അപ്പാണ് പറയുന്നത് ഞങ്ങള് മലക്കുകളാണ്. ഇബ്രാഹിം നബിക്ക് മനസ്സിലായിരുന്നില്ല എന്നർത്ഥം. പോട്ടെ, അത് വേറെ വിഷയം. ആ സമയത്ത് ഈ സന്താനത്തെ സംബന്ധിച്ച് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് വന്നതെന്ന് പറഞ്ഞപ്പോ പിന്നിന്ന് ഇത് കേൾക്കണാര്? അപ്പൊ സാറ മുഖത്തടിച്ചിട്ട് സക്കത്ത് വജഹ, ഭയങ്കര കൗതുകത്തോടു കൂടി, അജൂസുൻ അഖീം, പടുവൃദ്ധയാണ്, അതോടൊപ്പം മച്ചിയാണ്, അങ്ങനത്തെ ഞാൻ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മലക്കുകൾ അവരോട് പറഞ്ഞ അതേ മറുപടി എഴുതുക ജക്കരിയ നബിനോട് ആര് പറയുന്ന? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന. ഈ അടുത്ത ആയത്തിലെ കാല എന്നതിന് മലക്ക് പറഞ്ഞു എന്ന് ചില മുഫസ്സിറുകൾ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. കാല അൽ മലക്കു, മലക്ക് പറഞ്ഞു. അള്ളാഹു തന്നെ പറഞ്ഞു എന്ന നിലക്കും വിശദീകരണം വന്നിട്ടുണ്ട്. രണ്ടായാലും ആശയത്തിൽ നമുക്ക് പ്രയാസപ്പെടേണ്ടതില്ല എന്നർത്ഥം. കാല അദ്ദേഹം പറഞ്ഞു, അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞു. കാല അൽ മലക്കു, മലക്കു പറഞ്ഞു. ഇവിടെ ഇപ്പൊ തൊട്ടു മുമ്പത്തെ ആയത്തുമായി തടിച്ചു നോക്കുമ്പോൾ അള്ളാഹു പറഞ്ഞു എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അള്ളാഹു പറഞ്ഞു. പക്ഷെ അതിന് ശേഷം ഇപ്പുറത്തേക്ക് ചേർത്ത് വരുമ്പോൾ പിന്നെ എന്താണ്? കാല റബ്ബുക്ക എന്ന് പിന്നെ ചേർത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് മുഫസ്സിറുകൾ എന്ത് പറഞ്ഞു? അവിടെ ആദ്യം പറഞ്ഞത് മലക്കാണ്. ഖുർത്തുബിയൊക്കെ മലക്ക് എന്നാ പറഞ്ഞത്, അല്ലെ? നമ്മൾ അമാനി പോലെ ഒരു വശം എടുത്ത് നോക്കിയാൽ അവിടെ അള്ള പറഞ്ഞു എന്ന് പറയുന്നത്. അപ്പൊ എന്താ വെച്ചാൽ അത് അതിന്റെ ലമീർ എങ്ങോട്ട് മടക്കുമെന്ന ആശയക്കുഴപ്പമാണ്. മനസ്സിലല്ലേ? ഏതായിരുന്നാലും അള്ളാഹു പറഞ്ഞു കദാലിക്, കദാലിക്കൽ അമ്രു, അല്ലെങ്കിൽ അൽ അമ്രു കദാലിക്, കാര്യം അപ്രകാരമാണ്. ഏത് കാര്യം? അള്ളാഹുവിന്റെ അൽ അമ്രു, ഈ കാര്യം അപ്രകാരമാണ്. അള്ളാഹുവിന്റെ ഭാഗത്തുണ്ടാകുന്ന പ്രവർത്തനങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണ്? അതിൻ്റെതായ ഒരു സവിശേഷത. അപ്പോ കദാലിക്, അപ്രകാരം തന്നെയാണ്. ഖാല, അള്ളാഹു പറഞ്ഞു, അല്ലെങ്കിൽ മലക്ക് പറഞ്ഞു. രണ്ടർത്ഥവും പറയപ്പെട്ടുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോ എനിക്ക് സ്വന്തമായിട്ട് അർത്ഥം പറയാൻ പറ്റില്ലല്ലോ. അപ്പോ എന്താണ്? കദാലിക്, അപ്രകാരം തന്നെയാണ് കാര്യം. അള്ളാഹുവിന്റെ കാര്യം അങ്ങനെയാണ്. ഖാല റബ്ബുക, ഖാല പറഞ്ഞു, റബ്ബുക നിന്റെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, ഹുവ അലയ്യ ഹയ്യിൻ, അല്ലെ? അപ്പൊ ശരിക്ക് ഖുർത്തുബി പറഞ്ഞ അർത്ഥം തന്നെയാണ് കുറച്ചുകൂടി നന്നാകുക. കാരണം മലക്കാര്യം പറഞ്ഞു, പിന്നെ അള്ളാഹു പറഞ്ഞ കാര്യം എടുത്തു പറയണം, അല്ലെ? അപ്പൊ മലക്ക് പറഞ്ഞു അള്ളാഹുവിന്റെ കാര്യം അപ്രകാരം തന്നെയാണ്. ഖാല റബ്ബുക് നിന്റെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, ഹുവ അത്, അലയ്യ എന്റെ മേൽ, ഹയ്യിൻ വളരെ നിസാരമാണ്. അതെനിക്ക് വളരെ നിസാരമാണെന്നർത്ഥം. ഹുവ അത്, അലയ്യ എനിക്ക്, ഹയ്യൻ വളരെ നിസാരമായ കാര്യമാണ്. ഹയ്യൻ വളരെ നിസാരമായത്. എന്നിട്ട് അതിനുള്ള കാരണം പറയാണ്, വഖദ് ഖലഖതുക, തീർച്ചയായും ഖലഖ യഖ്ലുഖ അറിയാലോ, സൃഷ്ടിക്കുക. വഖദ് ഖലഖതുക തീർച്ചയായും നിന്നെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. മിൻ ഖബ്ലു മുമ്പ്, വലം തകു നീ ആയിരുന്നില്ല. വലം തകു നീ ആയിരുന്നില്ല. വലം തകു നീ ആയിരുന്നില്ല. ഷൈആ ഒന്നും, പറയാൻ പറ്റുന്ന ഒന്നും അല്ലാത്തൊരവസ്ഥയിൽ നിന്നെ നാം സൃഷ്ടിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കരിയ നബിയോട് പറയാണ്. അത് അത്ഭുതമുള്ള കാര്യമാണ്. അപ്പോ അതേപോലെ തന്നെയാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യവും ഇതൊരു വലിയ പ്രയാസമുള്ള കാര്യമൊന്നല്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? സംവിധാനങ്ങളൊക്കെ എന്താണ്? നമുക്കാണ്. അള്ളാഹു എന്തില്ല? അങ്ങനൊന്നില്ല. അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ അതപ്പോ സംഭവിക്കും. നമുക്കാണ് പലതിനും പല കാരണങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അള്ളാഹുവിന് അതില്ല എന്നർത്ഥം. ശരി, ഒന്നുകൂടി. ഖാല പറഞ്ഞു, ആര് പറഞ്ഞു? മലക്ക് പറഞ്ഞു. കദാലിക് അൽ അമ്രു കദാലിക്, കാര്യം അപ്രകാരമാണ്. അള്ളാഹുവിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ഖാല റബ്ബുക നിന്റെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, ഹുവ അലയ്യ ഹയ്യിൻ അത് എനിക്ക് വളരെ നിസാരമായ കാര്യമാണ്. വഖദ് ഖലഖതുക ഞാൻ നിന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്, മിൻ ഖബ്ലു മുമ്പ്, വലം തകു ഷൈആ വലം തകു നീ ആയിരുന്നില്ല, ഷൈആ ഒന്നും, നീ ഒന്നുമായി അല്ലാത്ത സാഹചര്യത്തിൽ മുമ്പ് ഞാൻ നിന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് ഇതെല്ലാം വളരെ നിസാരമായ കാര്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി. അപ്പോ ഈ കാര്യം പറഞ്ഞപ്പോ വീണ്ടും ഒരു ഉറപ്പിന്, ഇപ്പോ അങ്ങനാണല്ലോ ചില കാര്യങ്ങൾ പോകുമ്പോൾ ഉറപ്പിന് വേണ്ടി പലതും ആവശ്യപ്പെടുമല്ലോ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവോട് ഒരിക്കലും പറഞ്ഞത് എതുകാല ഇബ്രാഹിമു റബ്ബി അരിനി കൈഫ തുഹീൽ മൗത്താൻ, റബ്ബെ നീ എങ്ങനെയാണ് മരണപ്പെട്ടവരെ ജീവിപ്പിക്കുക എന്നെനിക്ക് കാണിച്ചു തരുമെന്ന്. അപ്പൊ അള്ളാഹ് തിരിച്ചുവെക്കുന്നതാ ഖാലാവലം തുഅ്മിൻ, എനിക്ക് വിശ്വാസമായിട്ടില്ലേ എന്നിട്ട് പറഞ്ഞു ഖാല ബല വലാകില്ലി യത്മഇന്ന ഖൽബി, എന്റെ മനസ്സിനൊരു ഒരു സ്വസ്ഥത കിട്ടാൻ, ഒരു ശാന്തി കിട്ടാനാണ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഇത് കേട്ടിട്ട് അള്ളാഹുവാണ് പറയുന്നത്, അത് സംഭവം ഉള്ളതാണ്, സംശയമൊന്നുമില്ല. എന്നിട്ടും എന്താണ് ഒരു ഉറപ്പിന്, ഒരു സ്വസ്ഥതക്ക്, ഒരു ശാന്തിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും ആവശ്യപ്പെടുകയാണ്. എന്ത്? ഖാല, അദ്ദേഹം പറഞ്ഞു, അതായത് സക്കരിയ നബി അലൈഹി സ്വലത്തു വസ്സലാം പറയാണ്, റബ്ബി എന്റെ നാഥ, ഇജ്അൽ നീ ആക്ക്, നീ ഏർപ്പെടുത്തുന്ന അർത്ഥം അല്ലെ, ഇജ്അൽ നീ ആക്ക്, അഥവാ നീ ഏർപ്പെടുത്ത്, ലീ എനിക്ക്, ആയതൻ ഒരു ദൃഷ്ടാന്തം, ഒരു അടയാളം നടത്തപ്പോ. ദൃഷ്ടാന്തം എന്നാണ് ആയത്തിന്റെ അർത്ഥം. എന്താ ദൃഷ്ടാന്തം എന്നാണ് ഉദ്ദേശിക്കുന്നത്? പറഞ്ഞതിന്റെ ഒരു അടയാളം എനിക്ക് ഏർപ്പെടുത്തുന്നു. ഖാല റബ്ബി ജഅല്ലി, ഖാല അദ്ദേഹം പറഞ്ഞു, ആര്? സക്കരിയ നബി അലൈഹി സ്വലത്തു വസ്സലാം, റബ്ബി എന്റെ നാഥ, ഇജ്അൽ നീ ഏർപ്പെടുത്ത്, ലീ എനിക്ക്, ആയത്തൻ നാട്ടോ, ആയ ഒരു ദൃഷ്ടാന്തം. എഴുതിയില്ലേ? കാല ഇതിൽപ്പോ എഴുതാത്ത എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ പറഞ്ഞു പോകുമ്പോ ഞാൻ സ്പീഡായത് കാരണത്താൽ എഴുതി വെച്ചിട്ട് ബാക്കി പൂർത്തിയാക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അങ്ങനെ ഉണ്ടാവും ചിലപ്പോ, വേഗം പറഞ്ഞു പോകുന്നതിനെ കൊണ്ട്. അപ്പൊ കാല അദ്ദേഹം പറഞ്ഞു, അതായത് സക്കരിയ നബി അലൈഹി സ്വലത്തു വസ്സലാം പറയാണ്, റബ്ബി എന്റെ നാഥ, ഇജ്അൽ നീ ആക്ക്, അഥവാ നീ ഏർപ്പെടുത്ത്, ലീ എനിക്ക്, ആയത്തൻ ഒരു ദൃഷ്ടാന്തം. കുറച്ചുകൂടി ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടും. അപ്പൊ കാല അള്ളാഹു പറഞ്ഞു, കാല അവൻ പറഞ്ഞു, ആര്? അള്ളാഹു, ആയത്തുക്ക നിനക്കുള്ള ദൃഷ്ടാന്തം, നിന്റെ ദൃഷ്ടാന്തം എന്ന് പറയാം, ഇവിടെ നിനക്കുള്ള ദൃഷ്ടാന്തം എന്ന് പറയുന്ന കുറച്ചുകൂടി നല്ലത് അല്ലെ. നിനക്കുള്ള ദൃഷ്ടാന്തം അല്ല തുക്കല്ലിമ, അൻ ലാ തുക്കല്ലിമ എന്നാണത്, നീ സംസാരിക്കാതിരിക്കുക എന്നതാണ്. കല്ലമ യുക്കല്ലിം എന്നാണ് എന്താ? സംസാരിക്കുക. കല്ലമ യുക്കല്ലിം, കല്ലമ യുക്കല്ലിം അല്ലെ. യുക്കല്ലിം, നീ സംസാരിക്കാതിരിക്കലാണ്. അത് അല്ല തുക്കല്ലിമ, അത് ചേർത്ത് വരുമ്പോൾ കല്ലമ യുക്കല്ലിം എന്ന് പറഞ്ഞാൽ സംസാരിക്കാനാണ്. ലാ തുക്കല്ലിം സംസാരിക്കാതിരിക്കുക, അല്ലാ തുക്കല്ലിം നീ സംസാരിക്കാതിരിക്കുക എന്നതാണ് നിനക്കുള്ള ആയത്ത്. നീ സംസാരിക്കാതിരിക്കുക എന്നതാണ്. ആരോട്? അന്നാസ, ജനങ്ങളോട്. അപ്പൊ ജനങ്ങളോട് സംസാരിക്കുന്ന ആളായിരുന്നു ആര്? സക്കരിയ നബി. ഇപ്പോ അള്ളാഹു ദൃഷ്ടാന്തം എന്നാണോ സംസാരിക്കാനുള്ള കഴിവ് എടുത്തു മാറ്റാണ്. എത്ര ദിവസം? സലാസ ലയാലിൻ, 3 രാത്രികൾ അഥവാ 3 ദിവസം നടത്തും. കാരണം ആലിമ്രാൻ എന്താ പറഞ്ഞേ? സലാസത്ത അയ്യാം എന്നാ പറഞ്ഞത്, ദിവസം. ഉദ്ദേശിക്കുന്നത് 3 ദിവസമാണ്. ശരിക്കും വാക്കിന്റെ അർത്ഥം 3 ലൈലത്ത് എന്നതിന്റെ ജമാണത് ലയാലി, ലൈലത്ത് ലയാലി, സലാസ ലയാലിൻ 3 രാത്രികൾ എന്നാണ് നേർക്കുനേരെ പദത്തിനർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് 3 ദിവസമാണ്. 3 ദിവസം നീ സംസാരിക്കാതിരിക്കുക എന്നതാണ് നിനക്കുള്ള അടയാളം. സെവിയ, സെവിയ എന്നാണ് എന്താ? നേരെയുള്ള അവസ്ഥയിൽ. അതങ്ങനെ പറയണം. 2 രൂപത്തിലാണ്. ഒന്ന്, സക്കരിയ നബിക്ക് ഒരു കുഴപ്പമില്ല, സക്കരിയ നബി വളരെ ശരിയായ അവസ്ഥയിൽ ഉണ്ടായിരിക്കെ തന്നെ, ഒരു പ്രശ്നമില്ലാതെ തന്നെ ജനങ്ങളോട് 3 ദിവസം സംസാരിക്കാൻ കഴിയാതിരിക്കുക എന്നതാണ്. അല്ലെങ്കിൽ നല്ല ശരിയായ രൂപത്തിൽ ജനങ്ങളോട് 3 ദിവസം സംസാരം ശരിയായ രൂപത്തിലാകാതിരിക്കുക എന്നോ, അല്ലെങ്കിൽ സക്കരിയ നബി അങ്ങനെ ആ രൂപത്തിൽ 2 രൂപത്തിൽ അതിന് വിശദീകരണം വന്നു. എന്നാലും ശരിയായ രൂപത്തിലായിരിക്കെ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം
ശരിയായ അവസ്ഥയിലായിരിക്കെ ജനങ്ങളോട് 3 ദിനം സംസാരിക്കാൻ കഴിയാതിരിക്കുക എന്നതാണ് നിനക്കുള്ള അടയാളം എന്നാര് പറഞ്ഞു? അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കരിയ നബിയോട് പറയാം. അങ്ങനെ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫഖറജ അലാ ഖൗമിഹി, ഫഖറജ അദ്ദേഹം പുറപ്പെട്ടു വന്നു, അങ്ങനെ ഖറജ അദ്ദേഹം പുറപ്പെട്ടു വന്നു. ഖറജ പുറപ്പെടുന്നത് നടത്തല്ലോ, പക്ഷെ നമ്മൾ പറയുന്നത് നന്നായി പറയണ്ടേ, പുറപ്പെട്ടു വന്നു. അലാ ഖൗമിഹി തന്റെ ജനതയുടെ അടുക്കലേക്ക്, ഖൗമ് ജനത, തന്റെ ജനതയുടെ അടുക്കലേക്ക്, തന്റെ സമൂഹത്തിനടുക്കലേക്ക് പുറപ്പെട്ടു വന്നു. മിനൽ മിഹ്റാബി പ്രാർത്ഥനാ സ്ഥലത്തുനിന്ന്, പ്രാർത്ഥനാ മണ്ഡപം എന്നൊക്കെ പറയാം അല്ലെ, മെഹ്റാബ് എന്ന് നമ്മൾ പറയാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ നിസ്കരിക്കുന്ന സ്ഥലമല്ല, മറിച്ച് മുമ്പുള്ള ആളുകൾക്ക് അതിനായിട്ട് പ്രത്യേകമായ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ വിശദീകരിക്കാൻ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ പ്രാർത്ഥനാ മണ്ഡപത്തിൽ നിന്ന് ജനങ്ങളുടെ അടുക്കലേക്ക് എന്ത് ചെയ്തു? അദ്ദേഹം പുറപ്പെട്ടു വന്നു. പക്ഷേ പുറപ്പെട്ടു വന്നിട്ട് ജനങ്ങളോട് പറയാൻ പറ്റിയോ? ഇല്ല. ഫഖറജ അങ്ങനെ അദ്ദേഹം പുറപ്പെട്ടു വന്നു അലാ ഖൗമിഹി തന്റെ ജനതയിലേക്ക്, ജനതയുടെ അടുക്കലേക്ക്, മിനൽ മിഹ്റാബി പ്രാർത്ഥനാ മണ്ഡപത്തിൽ നിന്ന്. ഫഔഹ എന്നിട്ട് ഔഹ അദ്ദേഹം ആംഗ്യം കാണിച്ചു. ഔഹ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ അർത്ഥം പഠിച്ചിട്ടുണ്ട്, വഹി. ഇവിടെ ഇപ്പൊ എന്താണ്? ആംഗ്യം കാണിക്കുക. ഔഹ ഇലൈഹിം, ഔഹ യുഹി അല്ലെ. ശരിക്കും പൊതുവെ നമ്മൾ ഖുർആനിൽ പല സ്ഥലത്തും കണ്ടെന്താണ്? വഹിയാണ് അല്ലെ. ഇവിടെ ഇപ്പൊ എന്താണ്? ആംഗ്യം കാണിച്ചു എന്നാണ് അർത്ഥം. ഔഹ ഇലൈഹിം അവരോട് ആംഗ്യം കാണിച്ചു, ആംഗ്യത്തിലൂടെ പറഞ്ഞു. എന്താ പറഞ്ഞത്? അൻസബ്ബിഹു അവർ പ്രകീർത്തിക്കണമെന്ന്, അവർ സുബ്ഹാനല്ലാഹ് ചെല്ലണമെന്ന് അങ്ങനെ പറയാം അല്ലെ. സബ്ബഹ എന്ന് പറഞ്ഞാൽ എന്താ? സുബ്ഹാനല്ലാഹ് ചെല്ലി അല്ലെ. അപ്പോ അൻസബ്ബിഹു അവർ അള്ളാഹുവിനെ പ്രകീർത്തിക്കണമെന്ന് ആംഗ്യത്തിലൂടെ അവരോട് ആര് പറഞ്ഞു? സക്കരിയ നബി പറയാണ്. എപ്പോ? ബുക്റത്തൻ രാവിലെയും, വഅശിയ്യ വൈകുന്നേരത്തിൽ. രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കൊണ്ട് പ്രകീർത്തിക്കണമെന്ന് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മെഹ്റാബിൽ നിറങ്ങി വന്ന് ജനങ്ങളോട് ആംഗ്യ ഭാഷയിലൂടെ പറഞ്ഞു. ബുക്റത്ത് എന്ന് പറഞ്ഞാൽ നാളെ എന്നുള്ളത് ഇവിടെ ഇപ്പോ ബുക്റ അത് ഇവിടുത്തെ ശരിയാണ്. പ്രഭാതം എന്നാണ് അതിന്റെ ശരിക്കുള്ള അർത്ഥം. അപ്പൊ അതുകൊണ്ട് അവരെന്താണ് നാളെ എന്നുള്ള അർത്ഥത്തിലത് ഉപയോഗപ്പെടുത്തിയെന്നുള്ളൂ. ശരിക്കും എന്താണ്? പ്രഭാതം, രാവിലെ എന്നതാണ് ബുക്റത്തിന്റെ. നാളേക്ക് ഗദ എന്നാണ് പൊതുവെ പറയാറുള്ളത്. ഖുർആൻ തന്നെ പ്രയോഗിച്ചിട്ടില്ലേ ഗദ എന്നുള്ളത്? എവിടെ പ്രയോഗിച്ച്? നമ്മൾ കഹ്ഫിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. നിഫായിലുൻ ദാലിക ഗദ അല്ലെ. നാളെ നീ ഒരു കാര്യം ചെയ്യുമെന്ന് ഇല്ലാ മാഷാ അല്ല, അള്ളാഹു ഉദ്ദേശിച്ചാൽ. അങ്ങനെ അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന് പറയാതെ പറയരുതെന്ന് പറഞ്ഞിടത്ത് ഗദ എന്ന് പ്രയോഗിച്ചു ഖുർആൻ. നാളെ എന്നുള്ളതിന് ശരിയായ അറബി ഭാഷയിലെ പ്രയോഗം ഗദ എന്നാണ്, ഗദൻ. ഇവിടെ ഇപ്പൊ എന്താണ്? ഇങ്ങനെ കുറെ സാധനങ്ങൾ എന്താണ് തട്ടിപ്പിടിച്ചിട്ടുണ്ട്. ശരി, അറബി ഭാഷ സത്യത്തില് സംസാരിച്ചിട്ട് അതിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചില കവിമാരൊക്കെ അതിന്റെ സങ്കടം കവിതയിലൂടെ പ്രകടിപ്പിക്കുക ചെയ്തിട്ടുണ്ട്. ഹാലത്തുൽ ലുഗത്തുൽ അറബിയ എന്നാണ് നമ്മളെ ഇസ്മായിൽ മദനിയൊക്കെ പാടിത്തരുവാണെങ്കിൽ. എന്താണ് ഈ വരികൾ? അറബിയിലെ വരികളൊക്കെ വളരെയധികം നഷ്ടപ്പെടുത്തി കളഞ്ഞ് മറ്റു ഭാഷകളുടെ പദങ്ങളൊക്കെ എന്താണ് അറബിയിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് അങ്ങനെ അറബി ഭാഷയെ വക്രീകരിച്ചതിനെ സംബന്ധിച്ചൊക്കെ കവിത വരെ പാടിയ പണ്ഡിതന്മാരുണ്ട്. എന്ന് പറഞ്ഞാൽ ഖുർആന്റെ ഭാഷയാണ്, അത്രയും മഹത്തരമായൊരു ഭാഷയാണ്. ആ ഭാഷ ആ നിലക്ക് കാത്തുസൂക്ഷിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. ഏതായാലും ആശയം മനസ്സിലായി. ഇവിടെ നമുക്ക് ഈ സംഭവത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഉദ്ദേശിക്കുന്നത്? അശിയ, വാശിയ, ബുക്റത്തൻ വഅശിയ, ആൻഡ് രാവിലെയും വൈകുന്നേരവും അങ്ങനെ അല്ലേ. അപ്പോ അതായത് ആരോഗ്യവാനായ ഒരു പ്രശ്നമില്ലാത്ത ഒരാൾ, ഇതുവരെ ആളുകൾക്ക് നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ നൽകിയ ഒരു വ്യക്തിക്ക് അടുത്ത ദിവസം ഇതിപ്പോ ദൃഷ്ടാന്താകുക എന്ന് പറഞ്ഞാൽ സ്വന്തത്തിലുള്ള
ഒരു അറിവാണ്. സ്വയം അനുഭവിച്ചറിയാന്നുള്ളതാണ്. ഇപ്പോ ഇങ്ങനെ പ്രാർത്ഥിച്ചതും ഇതൊന്നും ആരും അറിയുന്നില്ല. ജനങ്ങളൊക്കെ അറിയാതെയാണ് പ്രാർത്ഥിച്ചത്. ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ അത് ഞാൻ മാത്രം വിചാരിച്ചാൽ പോലെ എന്ന് വരെ എന്താണ് തഫ്സീറുകൾ കാണാൻ പറ്റും. അങ്ങനെയുള്ള ധാരണയിലാണ് അത്രയും പതുക്കെ പ്രാർത്ഥിച്ചെന്നൊക്കെ. എന്നാലും പിന്നെ കാരണം അള്ളാഹു ഉത്തരം ചെയ്യുന്ന പല രൂപമുണ്ടല്ലോ, അതൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. ഉത്തരം കിട്ടിയില്ല എന്ന് ചിന്തിക്കണ്ട. അപ്പോ പിന്നെ ഉപരി ചോദിക്കുന്നത് എങ്ങനെ ഈ സംസാരിക്കാതിരിക്കൽ ആയത്താകുന്നതാണ്. അത് ആയത്താകുന്നത് ആർക്കാണ്? ജനങ്ങൾക്കല്ലേ. പിന്നെ ഈ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ് ആയത്ത്. അത്രയും എന്താണ് ഒരു പ്രശ്നവും ഇല്ലാതെ ആളുകളോട് ഉപദേശങ്ങൾ നൽകിയിരുന്ന ഒരു ആരോഗ്യവാനായ വ്യക്തിക്ക് അടുത്ത ദിവസം കഴിയുന്നില്ല. അത് അല്ല, അത് വേറെ വിഷയം. ആ സംഭവം എന്താന്ന് വെച്ചാൽ അത് നമ്മൾ എത്തും ഇൻഷാ അല്ലാഹ്. അവിടെ ഉണ്ടായത് മറിയം ബീവിയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ജനങ്ങൾ ഈ ആക്ഷേപസ്വരവുമായി വരുമ്പോൾ അതിന് മറുപടി പറഞ്ഞ് വഷളാണ്ടതില്ല, മറിച്ച് നോമ്പാന്ന് പറഞ്ഞിട്ട് ഇല്ലാതിരിക്കാൻ. അതൊരു പൊതു തത്വമാണ്. നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ആളുകളോട് മറുപടി പറഞ്ഞ് അത് വിശദീകരിച്ച് വഷളാണ്ട ആവശ്യമില്ല. എന്താണ് ഒഴിഞ്ഞു പോകുന്നത് നല്ല കാര്യമാണ് എന്ന കാര്യം അവിടെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഏതായിരുന്നാലും അത് വേറെ വിഷയം, ഇത് വേറെ വിഷയം, രണ്ടും കൂടി കൂട്ടണ്ട. അപ്പോ ഈ സംഭവം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെന്തിനാണ് പറഞ്ഞു തന്നത്? എന്തിനാ പറഞ്ഞത്? അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണോ? പിന്നെയോ പ്രാർത്ഥനയുടെ മഹത്വം, പ്രാർത്ഥിക്കും ഉണ്ടാകേണ്ട മര്യാദകൾ, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളെ ഓർമ്മപ്പെടുത്തിയതിനു ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ചില കാര്യങ്ങൾ. സൂറത്ത് അംബിയാഇന്റെ അവസാന ഭാഗത്ത് നമുക്ക് ഈ വിഷയം അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്താണ് സംഭവം? ഓരോ പ്രവാചകന്മാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്ത കാര്യം ആദ്യം ഓർമ്മപ്പെടുത്തുക. സൂറത്തു അംബിയയിലെ ഒരുപാട് പ്രവാചകന്മാർക്ക് ഉത്തരം ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. പിന്നെ പെട്ടെന്ന് ഒരുമിച്ച് ചില പ്രവാചകന്മാർക്ക് ഉത്തരം നൽകിയ കാര്യം എടുത്തു പറയുന്നുണ്ട്. അപ്പൊ സൂറത്ത് അംബിയയിലെ 83-ാമത്തെ ആയത്ത് മുതൽ കുറച്ചിങ്ങോട്ട് വായിച്ചാൽ, അയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നി മസ്സനിയ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. അയ്യൂബ് നബി അലൈഹി സ്വലത്തു വസ്സലാം അള്ളാഹുവോട് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. രോഗബാധിതനായി, എല്ലാ അർത്ഥത്തിലും പ്രയാസപ്പെട്ട ഘട്ടത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യം തേടി അള്ളാഹുവോട് പ്രാർത്ഥിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകി. അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളൊക്കെ നീക്കിക്കൊടുത്തു. നഷ്ടപ്പെട്ടു പോയ സമ്പത്തും കുടുംബമൊക്കെ തിരിച്ചു നൽകി. എന്നിട്ട് അള്ളാഹു പറയുന്നൊരു കാര്യമുണ്ട്, വദിക്റാ ലിൽ ആബിദീൻ. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തത് റഹ്മത്തൻ മിൻ ഇൻദിനാ, അള്ളാഹുവിന്റെ കാരുണ്യം എന്ന നിലക്കും, വദിക്റാ ലിൽ ആബിദീൻ, ഇബാദത്തെടുക്കുന്ന ആളുകൾക്ക് ഒരു ഓർമ്മയായിരിക്കട്ടെ എന്ന നിലക്കുമാണ്. ഈ സംഭവം അള്ളാഹു പറയുന്നത് ശരിയായ രൂപത്തിൽ ഇബാദത്തെടുക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയൊക്കെ അള്ളാഹു ചെയ്ത കാര്യം അറിയുമ്പോൾ ആ നിലക്ക് അള്ളാഹുവോട് പ്രാർത്ഥിക്കുവാനും അള്ളാഹുവിന് ഇബാദത്തെടുക്കാനും കഴിയും. അവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞെടുത്ത് പ്രത്യേകം എടുത്തു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോ അയ്യൂബ് നബിന്റെ കാര്യം പറഞ്ഞു. പിന്നെ മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ട യൂനുസ് നബിയുടെ ദന്നൂൻ എന്ന് അറിയപ്പെട്ട യൂനുസ് നബിയെ സംബന്ധിച്ചു പറഞ്ഞു. ആ യൂനുസ് നബിക്ക് എന്താണ്, ആ അന്ധകാരത്തിൽ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിന് മാത്രം കഴിയൂ എന്ന് പൂർണ്ണമായും മനസ്സിലാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് ഈ സംഭവം എടുത്തിട്ട് ചില ആളുകൾ പറയാണ് അത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അത് ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യമായതുകൊണ്ട്, ഈ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിലായപ്പോൾ ഒരു ജിന്നിനെയും വിളിച്ചിട്ടില്ല, ഒരു മലക്കിനെയും വിളിച്ചിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ എന്തിനാ പറയുന്നത്? നമ്മളൊക്കെ അങ്ങനെ വിളിക്കാൻ സന്ദേശം നൽകുന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ഇത് പറയാം. ഒരു നിമിഷം പോലും അത്തരമുള്ള ഒരു സംസാരമോ പരാമർശമോ നമ്മളുടെ ആരൊന്നും വന്നിട്ടില്ല എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പൊ അത് വിഷയം. അതേപോലെ തന്നെ സക്കരിയ നബിയുടെ വിഷയം പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞു. എന്നിട്ട് അള്ളാഹു ചേർത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഫസ്തജബ്നാ ലഹു വവഹബ്നാ ലഹു യഹ്യ വഅസ്ലഹനാ ലഹു സൗജ. അദ്ദേഹത്തിന്റെ ഭാര്യയെ ഗർഭം ചുമക്കാൻ മാത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല നേരെയാക്കി. എന്നിട്ട് ഈ പ്രവാചകന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയെന്ന് പറഞ്ഞതിന് ശേഷം പറയുന്ന കാര്യമാണ് നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്തി വയദ്ഉനനാ റഗബൻ വറഹബ. ആ പ്രവാചകന്മാരൊക്കെ
നല്ല കാര്യങ്ങളിൽ മുന്നേറുന്ന ആളുകളായിരുന്നു. അപ്പൊ നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ നന്മയിൽ എത്രത്തോളം മുന്നേറാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. തിന്മ കടന്നു വരുന്ന വഴികളെല്ലാം അടച്ച് നല്ല പ്രവർത്തനങ്ങളിൽ മുഴുകി ജീവിക്കുവാൻ നമ്മളെല്ലാവരും തയ്യാറാകുകയാണ് എങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവോട് അയാൾ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് പ്രത്യേകമായ പരിഗണനയുണ്ട് എന്നാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ വയദഊനന റഗബൻ വറഹബ, അള്ളാഹുവിനോടുള്ള പ്രതീക്ഷയോടുകൂടെ, അള്ളാഹു ചോദിക്കുന്ന കാര്യങ്ങൾ നൽകുമെന്ന പ്രതീക്ഷയോടൊപ്പം ചോദിക്കുന്ന ആ മഹാശക്തിയെ സംബന്ധിച്ചുള്ള ഭയപ്പാടോടുകൂടിയായിരുന്നു. അത്രയും വിനയാന്വിതരായി ആ മഹാശക്തിയുടെ മുമ്പിൽ താൻ എത്രയോ നിസ്സാരനാണ് എന്ന് ശരിക്കും ബോധ്യപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇവരൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നത്. നമ്മളെന്താണ് നിസ്കാരം കഴിഞ്ഞാൽ തുടങ്ങും കൈയുയർത്തിയിട്ട് ഇങ്ങനെ പലതും ഇങ്ങനെ ചൊല്ലിപ്പൊറുക്കുന്നുണ്ടാവും. പക്ഷെ പറയുന്ന അറബി എന്താണെന്ന് അറിയാത്ത കുറെ ആൾക്കാരുണ്ട്, പ്രാർത്ഥനയായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അല്ല, പ്രാർത്ഥന എന്ന നിലക്ക് നമ്മൾ അള്ളാഹുവോട് ആ നിലക്ക് ഇടപെടേണ്ടതുണ്ട് എന്ന് കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സംഭവത്തിലൂടെയൊക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, ശരിയായ രൂപത്തിൽ ഇബാദത്തെടുത്ത് സുഹൃതവാന്മാരായി നമ്മൾ ജീവിക്കുകയാണ് എങ്കിൽ ഇഹലോകത്ത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് അള്ളാഹു പരിഹാരം നൽകും. അതായത് നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ പ്രശ്നങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അത് പരിഹരിക്കുവാൻ അള്ളാഹു തയ്യാറാകുന്നതാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ അധിക സമയങ്ങളും തെറ്റുകളിലും പാപങ്ങളിലും കഴിഞ്ഞുകൂടുക, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ അടുത്ത് കൈനീട്ടുക എന്നൊരു രൂപം ഉണ്ടാകാൻ പാടില്ല എന്നർത്ഥം. അങ്ങനെയുള്ള ആളുകളെ ഖുർആൻ പ്രത്യേകം വിമർശിക്കുന്നുണ്ട്. കാരണം എന്താ, അയാൾക്ക് എന്തെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയതിന് പിന്നെ അയാൾ എന്ത് ചെയ്യും, തിരിഞ്ഞു പറഞ്ഞ ആ പാപങ്ങളിലേക്ക് തെറ്റുകളും. ഇങ്ങനെ മുമ്പ് പ്രാർത്ഥിച്ചിട്ടുണ്ട്, മറക്ക അല്ലം യദ്ഉന, പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ള ഓർമ്മയില്ലാത്ത രൂപത്തിൽ നടന്നു പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മറിച്ച് നന്മയിൽ മുഴുകി ജീവിക്കുവാൻ തയ്യാറാകുന്ന ആളുകളാണ് എങ്കിൽ നമുക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ പരിഗണനയും സഹായവും ഒക്കെ ഉണ്ടാകും എന്ന സന്ദേശമാണ് ഇതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഈ കാര്യം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും പേര് എഴുതിയില്ലേ? വന്ന് രേഖപ്പെടുത്തേണ്ട ആൾക്കാരൊക്കെ ഇത് ഒരിക്കൽ കൂടി ഓതാം. أعوذ بالله من الشيطان الرجيم. يا زكريا إنا نبشرك بغلام اسمه يحيى. بغلام اسمه يحيى لم نجعل له من قبل سميا. قال رب أنى يكون لي غلام وكانت امرأتي عاقرا. وكانت امرأتي عاقرا وقد بلغت من الكبر عتيا. قال كذلك قال ربك هو علي هين. هو علي هين وقد خلقتك من قبل ولم تك شيئا. قال رب اجعل لي آية. قال آيتك ألا تكلم الناس 3 ليال سويا. فخرج على قومه من المحراب فأوحى إليهم
فأوحى إليهم أن سبحوا بكرة وعشيا.